നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 അന്നത്തെ കൊച്ചി രാജ്യത്തെ കാലടിക്കടുത്തുള്ള നായത്തോട് വടക്കിനി മാരാത്ത് തറവാട്ടിൽ ജനിച്ചു. പിതാവ് നെല്ലിക്കാമ്പള്ളി ശങ്കരവാര്യർ, മാതാവ് വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ. അന്നത്തെ കാലത്തെ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം അമ്മാവനായിരുന്നു രക്ഷാകർതൃത്വം. 3-ാമത്തെ വയസ്സിൽ അമ്മാവൻ തന്നെ എഴുത്തിനെഴുത്തി. അതിനുശേഷം അദ്ദേഹം ഒരു പ്രശസ്ത ജ്യോതിഷിയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ഗോവിന്ദക്കുറുപ്പ് വീട്ടിൽ തന്നെ സംസ്കൃതവും മലയാളവും പഠിപ്പിച്ചു. 7-ാമത്തെ വയസ്സിൽ പെരുമ്പാവൂർ സ്കൂളിൽ ചേർന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരം അനുസരിച്ച് സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ പരിശോധനയ്ക്ക് ശേഷം 3-ാം ക്ലാസ്സിലേക്കായിരുന്നു പ്രവേശനം. ഹൈസ്കൂൾ പഠനത്തിന് മൂവാറ്റുപുഴ ഹൈസ്കൂളിൽ ചേർന്നു. മലയാളം പണ്ഡിറ്റ് പരീക്ഷ പാസ്സായി. ആ യോഗ്യത അനുസരിച്ച് 1921 സ്കൂൾ അധ്യാപകനായി സർക്കാർ സേവനം ആരംഭിച്ചു. അമ്മാവനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ കാരണം അദ്ദേഹം സ്കൂൾ ഫൈനൽ കാലഘട്ടത്തിൽ പേരൊന്ന് പരിഷ്കരിച്ചു. അങ്ങനെയാണ് ഗോവിന്ദക്കുറുപ്പ് എന്ന ആ പേരിനെ പിന്തുടർന്ന് ജി ശങ്കരക്കുറുപ്പ് എന്നുള്ള പേര് അദ്ദേഹത്തിന് നിലവിൽ വന്നത്. അദ്ദേഹം സ്വയമായി ആ കാലയളവിൽ തന്നെ ഇംഗ്ലീഷും ബംഗാളിയും പഠിച്ചു. അതുകൂടാതെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളി വിദ്വാൻ പരീക്ഷയ്ക്ക് ചേർന്നു. പ്രത്യേക അനുവാദത്തോടെ ആ പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമും ഫൈനൽ എക്സാമും അദ്ദേഹം ഒന്നിച്ചാണ് എഴുതിയത്. ആ പരീക്ഷ അദ്ദേഹം 1-ാം ക്ലാസ്സോടെയും 1-ാം റാങ്കോടെയും പാസ്സായി. 1936 കോളേജ് ലെക്ചററായി നിയമനം ലഭിച്ചു. 1956 എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം പ്രൊഫസറായി സർവീസിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം 1960 വരെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രകൃതിക്ക് വന്ദനം എന്ന കവിത അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ, അതായത് 1918 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ ഒരു കാലത്തിന് ശേഷം ഒരുപാട് സാഹിത്യ രചനകൾ അദ്ദേഹം നടത്തിയിരുന്നു. ഏകദേശം 40ഓളം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ കവിതാ സമാഹാരങ്ങളായിരുന്നു. അതുകൂടാതെ 2 ഗദ്യ സമാഹാരങ്ങളും 4 ബാല കവിതാ സമാഹാരങ്ങളും. ഇതുകൂടാതെ അദ്ദേഹം ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദരാലിയുടെയും ജീവചരിത്രങ്ങളും എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. 1931 സുഭദ്ര അമ്മ എന്ന വനിതയെ വിവാഹം കഴിച്ചു. അവർ പഴയ ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളം സ്വദേശിനിയായിരുന്നു. ഇന്ന സ്ഥലം തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. നമ്മളിതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്ന ബാലാമണി അമ്മ എന്ന മഹാകവയത്രിയെ പോലെ തന്നെ ഈ മഹാകവിക്കും ആദ്യം ലഭിച്ച അവാർഡ് സാഹിത്യ നിപുണ എന്ന പുരസ്കാരമായിരുന്നു. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിൻ്റെ വിശ്വദർശനം എന്ന കൃതിക്ക് ലഭിച്ചു. 1967 അദ്ദേഹത്തിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് അത് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹം ആ രാജ്യം സന്ദർശിച്ചു. അതിനെ തുടർന്ന് ജർമ്മനിയുടെ ക്ഷണപ്രകാരം ആ രാജ്യവും സന്ദർശിക്കുക. അതുകൂടാതെ 1968 രാഷ്ട്രപതി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 1965 പ്രഥമ ജ്ഞാനപീഠ അവാർഡ്, അതായത് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തി ആദ്യത്തെ വർഷം തന്നെ ആ അവാർഡ് കിട്ടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 1950 പ്രസിദ്ധീകരിക്കപ്പെട്ട
ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു ആ അവാർഡ്. ആ അവാർഡ് തുക അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എല്ലാ വർഷവും മികച്ച മലയാള സാഹിത്യ രചനയ്ക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1967 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. 1978 ഫെബ്രുവരി 2 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. അദ്ദേഹം മാത്രമേ പിരിഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും നമ്മോടുകൂടെ ഇവിടെ തന്നെയുണ്ട്. 2003 അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി.